ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു സ്പെഷ്യൽ മൈക്ക് കൊണ്ട് എടുക്കുന്നുണ്ടോ. ജിംഷാന്റെ മൈക്കാണ്, കണ്ടോളിക്കാം. ബട്ടൺ പോലത്തെ മൈക്കാട്ടെ. ഈ മൈക്ക് നൂറൊക്കെ മൈക്ക് കിട്ടിയാ. ഇന്ന് നമ്മളെ വ്ളോഗിലൊരു പുതിയ അതിഥി ഉണ്ട്. പുതിയ അതിഥി അല്ല, പഴയ അതിഥി തന്നെയാണ്. അതിഥിനെയും കൊണ്ട് നമ്മൾ എന്താണ് ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാൻ. എന്തിനാ ഇറങ്ങിയേക്കാണ്? ഇന്നലെ എപ്പോഴാണ് വിളിച്ചത് എന്നെ? എന്താ പറഞ്ഞ? എന്നിട്ട് അരിക്കാക്ക പറഞ്ഞ് സ്കൂൾ ഒഴിവാക്കി പോരും, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി തരാം എന്റെ വകാന്ന് പറഞ്ഞു പറഞ്ഞില്ലേ. അപ്പൊ കേട്ട പാതി കേൾക്കാത്ത പാതി എന്താ, സ്കൂള് ഫസ്റ്റ് തന്നെ ഒഴിവാക്കി. കരുതിയിട്ടില്ല, ഇന്ന് പോവാൻ വിചാരിച്ചിട്ടില്ല. ഇന്നൊരു ഷോപ്പിംഗ് മൂഡിലാണ് നമ്മള്. അപ്പം ഇപ്പൊ എന്ത് പറയുന്നു ഈ ഒരു സ്കൂളിൽ പോവാത്തൊരു മനോഭാവത്തിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പൊ നോ പ്രോബ്ലം. നമ്മള് വന്നപ്പോ എന്താ തിന്നെ? എന്തൊക്കെ തിന്നു? എനിക്കൊക്കെ എന്തൊക്കെ വാങ്ങി തന്നെ? എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ട്. എനിക്കൊക്കെ എല്ലാം വാങ്ങി കൊടുത്തു. നമ്മളിപ്പോ ആരാളേ? അച്ചുണ്ട് നമ്മളെ കൂടെ. അച്ചുണ്ട്. അച്ചു കൊറേ കാലത്തിന് ശേഷം തലട്ടോ വ്ളോഗില്. അച്ചു ജിമ്മൊക്കെ ആയിട്ട് ഫുള്ള് ജിമ്മൊക്കെ പോയി ഫുള്ള് സെറ്റ് ആയി കണ്ട് കിടലാ നിൽക്കാം. പിന്നെ നമ്മളെ കൂടെ ജിംഷാദ് കണ്ട് തിരിച്ചട്ടെ. ജിംഷാദ്ക്ക് ആകെ ഉറക്കെല്ലാം ആകെ പെട്ടിട്ടുണ്ട്. ആകെ സൈഡായിക്കണ ജിംഷാദ്ക്കാന്നാ പറഞ്ഞത്. എന്നിട്ട് എനർജി ഡ്രിങ്ക് കുടിച്ചിരിക്കുന്നുണ്ട്, എനർജി ഇട്ടാണ്. അപ്പൊ നമ്മള് എന്തായാലും പോയോക്കാം. നമ്മളെല്ലാരും ഉണ്ട്, നമുക്ക് പോയോക്കാം വിട്ടോ. അശോകപുരം റൂട്ടിനാട്ടോ നമ്മളുള്ളത്. അശോകപുരം സ്പീഡ് വിട്ടോ. കല്യാണായിട്ടില്ല? ചായന്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലാട്ടോ നമ്മള് പോണത്. ഇത് നമ്മളെ ഫ്രണ്ടിന്റെ തന്നെ ഷോപ്പാണ്, സുഫിയാൻ ഖാന്റെ ഷോപ്പാട്ടോ. ഇതാ ഷോപ്പിന്റെ പേര് വായിച്ചാ നൂറാ. ഡ്രസ് ഷോപ്പിന്റെ പേര് വായിക്ക്. എന്താണ് വായിക്ക? ഇലയിലാണോ ഇലയിലാണോ? ഇലയടല്ലോ. ഇലയിലുള്ള ഷോപ്പിൽ നമ്മൾ എത്തിട്ടാ. അശോകപുരത്ത് തന്നെ കേട്ടോ. ഇതിന്റെ തൊട്ട് താഴെ ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ നമ്മള് ഡ്രസ് വാങ്ങാൻ പോവാ. എക്സൈറ്റഡ് ആണോ നൂറ? ഇങ്ങനത്തെ ഒരു ലുക്കുള്ള കട മുമ്പ് കണ്ടിക്കണ? ഈ ഒരു സ്റ്റൈലുള്ള ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു ബിൽഡിങ്. നമുക്ക് ഇറങ്ങി നോക്കട്ടാ. അപ്പൊ നമ്മളെ അശോകപുരത്ത് ഞാൻ പറഞ്ഞ പോലെ TNT ചായ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ബിസ്ലോട്ടും മറ്റേ ചായ ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളെ ഷോപ്പ്. ഇതെന്താ ഷോപ്പ്? പോയോക്കാ. എക്സൈറ്റഡ് ആണോ? എന്താണ് പ്രതീക്ഷിക്കുന്നത് ഡ്രസ്സിന്റെ പീടിയിൽ വരുമ്പോൾ? ഡ്രസ്സിന്റെ പീടിയിൽ വരുമ്പോ എന്താ പ്രതീക്ഷിക്കുന്നത് വെച്ച്? ഡ്രസ്സുകൾ ഉണ്ടാവും, അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് തിന്നാണ് കേട്ടോ, അതിന്റെ ഫ്രൂട്ട്സിന്റെ. ഇവിടെ ഫ്രൂട്ട്സിന്റെ സാലഡ് കിട്ടും. ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ് കിട്ടും. ഇവിടെ എത്തിയിട്ട് നമ്മള് നല്ല സുന്ദരി ഷോപ്പല്ലേ? ഇഷ്ടപ്പെട്ടാ? Is it good? Yes, good. Is it nice? Yes. You liked it? Yes. Yes. സ്കൂൾ പോകത്ത് മുതലായോ? Yes. Yes. പേര് വെച്ചാ? ഹെലൈല. അപ്പൊ നമ്മള് ഷോപ്പിലെത്തിട്ടാ. അപ്പൊ ഷോപ്പിനെ കുറിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഷോപ്പ് ചെയ്യാൻ കണ്ടത് കുറവാട്ടാ. നല്ല അടിപൊളിയായിട്ട് ഇന്റീരിയറും കാര്യങ്ങളും സംഭവം ചെയ്തിരിക്കുന്നു. ഇതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കൊക്കെ കൂടുന്ന സ്ഥലം എങ്ങനെയുണ്ട്? ഗുഡ്. ഡ്രസ്സ് നോക്കണ്ടേ? അപ്പം ഇവിടെ ഒന്ന് വലിയ ലേഡീസിനും എല്ലാവർക്കും ഉള്ള ടൈപ്പ് വെസ്റ്റേൺ വിയേഴ്സും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ചോദിച്ചോക്ക്. പെണ്ണിട്ടാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഉള്ളതൊക്കെ ഉണ്ടല്ലേ? അച്ചുകാക്ക എന്താന്നറിയില്ല, സമയം ശരിയല്ലാത്തതുകൊണ്ട് അച്ചുകാക്ക വാച്ചിൽ ഇങ്ങനെ ഏതാണ് നല്ല സമയം എന്ന് വേണ്ടി ഇതിൽ നോക്കുകയായിരുന്നു.
ഇതൊക്കെ നല്ല കുഞ്ഞു കുട്ടികളുടെ തോന്നുന്നില്ല. ഇത് കുഞ്ഞുകുട്ടികളല്ല, ഇത് വലിയൊരു ഇടുന്നതാണ്. ഇത് വലിയ കുട്ടികളുടെ തോന്നുന്നില്ലേ? കുഞ്ഞുകുട്ടികളാണ്. ഇത് വലിയ കുട്ടികളുള്ള ഇതൊക്കെ ക്രോപ്പ് ടോപ്പാണ്. ഇതാ ഇതിന്റെ ബോളിവുഡ് നടിമാരിടുന്ന പോലത്തെ. ഞാനിത് ചെറിയ കുട്ടികളുടെ. നമ്മൾ ഈ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ടും വേറെ ആരെക്കൊണ്ടും ഇതൊക്കെ എന്താ പറയുക, നമ്മൾക്കൊന്നും ഒരാളെങ്ങനെ കൊണ്ടുപോയി ഷോപ്പ് ചെയ്യാനില്ല. അതിന്റെ തെളിവുകളാണ് ഈ സത്യസന്ധമായി ഇതൊക്കെ തുറന്നത്. നമ്മൾ ആർക്കും വാങ്ങിക്കൊടുത്തൊന്നും ശീലമല്ല. ഇങ്ങനത്തെ എടുത്താലേ നമുക്ക് സ്റ്റേജിൽ ഇടാൻ പറ്റണേ. എനിക്ക് പറ്റിയത് ഏതാ ഈ സെറ്റ്? കുഞ്ഞു ചെരുപ്പ് നല്ല ആളെ ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു വയറലിന്റെ സൈസില് പൊളിച്ച് എല്ലാതും കിട്ടിയിരിക്കണം. ഇതിന്റെ എനിക്കെല്ലാം ഇഷ്ടമായി ഈ സെക്ഷൻ. നാളെ സ്കൂളിലേക്ക് ഇതിട്ട് പോവാട്ടോ, സ്റ്റാർ ആവാൻ വേണ്ടിട്ട്. ഓ ഫാഷൻ, ഫാഷൻ ടെക്നോളജി അറിയുന്നത് എന്തൊക്കെയാണ് കേട്ടോ. ഫാഷൻ യാ മോനെ മടക്കി കണ്ണടി മടക്കി പോണല് ഇങ്ങനെ പോവാ, അറിയാത്ത പോലെ. ഡ്രസ്സ് നോക്കാൻ എനിക്ക് പറ്റിയ ഡ്രസ്സ് ഇതൊക്കെ എനിക്ക് പറ്റിയല്ലേ? പറ്റൂല. ഇത് വലിയ ആളുടെ ഓളെ സൈസുള്ള സാധനം തെരഞ്ഞെടുക്കാൻ പോലും അറിയാത്ത ഞങ്ങളാണ് ഓളൊപ്പം വന്നിക്കണത്. ആ ഒരു സങ്കടമൊക്കെ നല്ലോണം ഉണ്ട് കേട്ടാ. എന്താണ് നോക്കി നോക്കട്ടെ. ഇതെനിക്ക് പറ്റുന്നൂറാ. ഡൈ എന്തരും ഇത് അതിന് ഡിസംബർ 26 ഇടാ. ഡിസംബർ 26 എന്താ? നൂറിൻ്റെ ഡ്രസ്സ് റെഡി ആവാനുള്ള റെഡി ആയിട്ട് ഇട്ടോക്കിയിട്ട് ഇനി കാണാം. ഷോപ്പ് ഉണ്ടോ കേട്ടോ. അത് ആ കുട്ടികളുടെ അവിടെ ആ ഏരിയ എനിക്കെല്ലാം ഇഷ്ടമായി. ചെറിയ കുട്ടികളുടെ സെഷൻ. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കണം എന്താ പറയുക, ഇങ്ങനത്തെ ഡ്രസ്സ് കാണുമ്പോൾ ആ ഡ്രസ്സ് ഇട്ട് വരുന്നൊരു കുട്ടിനെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കണതാണ് എൻ്റെ മനസ്സിൽ വരിക. ഞാൻ എപ്പോഴും അതായത് അവിടെയുള്ള സാധനം ചിന്തിക്കാം. തുടർന്ന് ഇത് ഒരാൾ വാങ്ങിച്ചതിന് ശേഷം ആ കുട്ടി ആ ഡ്രസ്സിലൊക്കെ ഇട്ട് നമ്മുടെ നമ്മളെ കളിപ്പിച്ചിങ്ങനെ ഇരുന്ന് അത് ചിരിച്ച് ഒരു കല്യാണ വീട്ടിലേക്ക് ഇരിക്കണം. ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും എൻ്റെ മൈൻഡിൽ വരട്ടാ. എങ്ങനെ വെച്ചാലും കല്യാണം വരുന്നതാണ് പ്രശ്നം. 26-ാം തീയതി എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതാ പാണ്ടൻ്റെ ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടോ? നല്ല അറക്കുള്ളൊരു സാധനം തന്നെ കിട്ടി. ഷൂ വല്ല രസമല്ല മറ്റിനേക്കാളും. ഇതല്ലേ രസം? ഇതല്ലേ രസം? ഓ ചളി ഒന്ന് ശ്രദ്ധിക്കണം നമ്മള് കേട്ടോ. സ്കൂളിൽ പറമ്പ സ്കൂളിൽ ഗ്രൗണ്ടിൽ ഇടാൻ പറ്റൂല. കല്യാണത്തിന് അച്ചുകാക്കാൻ്റെ കല്യാണം, ബാസിലാക്കാൻ്റെ കല്യാണം, ബിംഷാദ് ഖാൻ്റെ കല്യാണമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാ, കാക്കൻ്റെയും കൂടെ ഇടാം. അടുത്ത ഡ്രസ്സ് നോക്കാവാ, അധികം നേരം അപ്പോൾ അതാ 26-ാം തീയതിക്കുള്ള സ്പെഷ്യൽ കോസ്റ്റ്യൂമാണിട്ടത്. നമുക്കൊരു സ്പെഷ്യൽ കല്യാണത്തിന് ഇടാനുള്ളതാണ്. ഒരു കോഡ് സെറ്റ് അങ്ങോട്ട് വാങ്ങി, അതിക്കൊരു കുഞ്ഞ് ബാഗ്, ഒരു ക്യൂട്ട് ബാഗും. ഓ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ പിന്നാലെ കുറച്ച് കുട്ടികളുണ്ടാവും. ഇമ്മാനോട് ആർക്കും കൊടുക്കണ്ടായിരുന്നുണ്ടോ? ഇമ്മമാർക്കുണ്ടത് വേറെ കുട്ടികൾ വന്ന് ഇങ്ങനെ കണ്ണീര് ഒളിപ്പിച്ചുമ്പോൾ ഒരു ദാനം ചെയ്യുന്ന പരിപാടി. നമ്മളെ ഫേവറേറ്റ് സാധനം എടുത്തുകൊണ്ട് വേറെ കുട്ടികൾ കൊടുക്കും. സമ്മതിക്കരുത് കേട്ടോ. ജാതിയെ സമ്മതിക്കല്ല എനിക്കറിയാം, എന്നാലും പറഞ്ഞ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യലുണ്ടോ? എൻ്റെ അമ്മ അങ്ങനെ ചെയ്യലുണ്ടോ? എൻ്റെ സാധനം കൊടുത്ത് വേറെ ആൾക്ക് കൊടുക്കലുണ്ടോ? കൊടുക്കും. എനിക്ക് സമ്മതം ഇല്ലെങ്കിലും കൊടുക്കും. ഇതൊന്നും അങ്ങനെ കൊടുക്കാനാക്കരുത് കേട്ടോ. വിലപിടിപ്പുള്ള സാധനം ഇജന്നെ ദാനം ചെയ്യും. ഇത് കൊടുക്കാം. ആ അതന്നെ. ഒരു കോഡ് സെറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? ആൾക്കാരില്ലല്ലോ. അതായത് ഓളെ പേരിൽ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഇഷ്ടമില്ലാത്തൊക്കെ എന്ത് നമ്മൾ ദാനം ചെയ്യും. നല്ല മനസ്സുള്ള ആൾക്കാരാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ കൊടുക്കില്ല കേട്ടോ. വേറെ ഡ്രസ്സൊക്കെ
വേറെ ഒന്നുകൂടി സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഇതിവിടെ കുട്ടികൾക്ക് മാത്രമല്ല, ഇതൊക്കെ വലിയ ആൾക്കാരുടെ ഡ്രസ്സല്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ കരുതി ഇത് കുട്ടികളുടെ ഡ്രസ്സാണ്. ഇത് കുട്ടികളുടെ ഡ്രസ്സല്ല കേട്ടോ. ഇതൊക്കെ ക്രോപ്പ് ടോപ്പുകളാണല്ലോ. ഞാൻ ഉറക്കം ആദ്യം ഓള സൈസിന് വേണ്ടി ഇത് എടുത്ത് കാണിച്ചു കൊടുത്താൽ ഇത് പിന്നെ ഉറക്കുള്ള എല്ലാവരും. പിന്നെ ഇവിടെ കുറേ അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, വലിയ വലിയ ആൾക്കാർക്കുള്ള. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഭാഗം കേട്ടോ, ആ കുട്ടികളെ ഫുൾ ക്യൂട്ട് ഡ്രസ്സ്. അതേപോലെ തന്നെ എനിക്കൊരു വെറൈറ്റി ആയി തോന്നിയത് ഇപ്പോൾ ഈ ഇമ്പോർട്ടഡ് സാധനങ്ങളൊക്കെ കൂടുതലും വലിയ വലിയ ആൾക്കാർക്കുള്ളത്. അത് അതിന് പകരം ചെറിയ ബോയ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടഡ് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ ചെക്കന്മാർ മാത്രം ഇടുന്ന സ്റ്റൈലിങ്, കുട്ടികളെ മേഖലയ്ക്ക് ഇറങ്ങി വന്നാണ്ടുള്ള ഫിക്സ് ഉണ്ട് കേട്ടോ. ഇതും കിട്ടും പെൺകുട്ടികൾക്കാണ് കൂടുതലാണ്. ഇതല്ല രസമുണ്ട്. ഇത് അത് ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ, ഫുൾ ക്യൂട്ട്. നമുക്ക് നൂറ വേറൊരു കോസ്റ്റ്യൂമിൽ ഒരുങ്ങാൻ പോയിക്കണ്ട, അതും കൂടി ഒരുങ്ങി വന്നിട്ട് കാണാം. മാറ്റിയാ നേരത്തെ ഇട്ട എങ്ങനെ ഇനി അത് കെട്ടി നോക്കട്ടെ. ഏതാ രസം? കോസ്റ്റ്യൂമൊക്കെ അനുസരിച്ച് മാറ്റി, അനുസരിച്ച് മാറ്റിട്ടാ. അപ്പോൾ ഈ ഡ്രസ്സ് നൂറ വന്നപ്പോൾ തന്നെ നോക്കി വെച്ച ഡ്രസ്സാട്ടാ. അപ്പം എനിക്കിതിൻ്റെ കളേഴ്സ് നല്ല ഇഷ്ടമായി. ഈ റെഡും സന്തോഷമായ. എനിക്ക് ഇഷ്ടമുള്ള ബാഗ് ഏതാ? ഈ ബാഗാ മറ്റേ ബാഗാ പറ്റിയേ? ഏതാ രസം? മറ്റേ ടെഡിന്റെ ഇതുള്ള ഇതാ പറ്റി നൂറ? ഇതിന് വള്ളി വെച്ചാൽ വള്ളി വെക്കലാണ്. വാ വേറെ ഡ്രസ് ഇട്ടോക്കണ? ഇപ്പൊ ഇഷ്ടത്തിനുള്ളതായില്ലേ? ഇട്ടേലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. നൂറിട്ടേൽ 3 ഫിറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നൂറിനെ കണ്ടിട്ട് ഭംഗി തോന്നിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇതാണ്. കാരണം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതല്ല ഭംഗിയുണ്ട്, നല്ല വെറൈറ്റി ആയി. ഏത് കല്യാണപ്പേരിൽ പോയാലും ഒരു എത്ര ക്ലാസ്സിലാ? 5 ഒരു 7ാം ക്ലാസ് വരെ എല്ലാം എന്തായാലും നോട്ട് ചെയ്യും ചെക്കന്മാരൊക്കെ. നോട്ട് ചെയ്ത് നാണ് വന്നു. ആർക്കില്ല ഇനിയില്ലേ? ഇവിടെ തൊടകൂടെ മുടിയാത്. ഇവളോട് വർത്താനം പറഞ്ഞ് ജയിക്കൂല കേട്ടോ. എങ്ങനെയും വർത്താനം പറഞ്ഞ് ജയിക്കുന്നവരുണ്ടെങ്കിൽ പറയണ പൈസ തരും കേട്ടോ. വർത്താനം പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിജയിക്കൂല, തോറ്റു പോകും. അടുത്ത നോക്കട്ടാ. അപ്പം ഇപ്പം നമ്മളെ മുന്നിലുള്ളത് പറമ്പ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി നൂറല്ല, പകരം ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയി നാട്ടിലേക്ക് ലീവിന് വരുന്ന ഒരാളാട്ടോ. അതൊക്കെ എവിടെ പഠിക്കാൻ പോകണം നമ്മൾ? +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ, ഹൈദരാബാദ് പോണ്ടേ, മുംബൈ, UK, കാനഡ, ലണ്ടൻ, ഇതിനെവിടെയാ? മൈക്ക് കയ്യിലുണ്ട്. അപ്പം ബാംഗ്ലൂർ ലുക്കിൽ വന്നിട്ടുണ്ടാ? ഇത് ഉമ്മ കണ്ട ചീത്തറിയോ? ഇല്ലല്ലേ? ഇത് ഇതിനുള്ളിൽ പാൻ്റ് ഉണ്ട്. പിന്നെന്താ ഇത് ഫാഷനാണ് പറഞ്ഞത് അമ്മച്ചിനോട്. ഇഷ്ടമായ വെസ്റ്റേൺ ലുക്ക്? ഇഷ്ടമായ? ഞാൻ ഒന്നുകൂടി ഇട്ട് വെക്കാം. ഒരു ഇതുണ്ട് സ്കേർട്ട് പോലത്തെ സംഭവം, ഇട്ട് വെക്കാം. ബാ മറ്റേ ഇട്ട് വെക്കാം നമുക്ക്. ബാ നോക്കട്ടെ. ഓ ഇതെല്ലാം രസം കേട്ടാ. ഇതെനിക്ക് മറ്റേനാളോ ഇഷ്ടമായി. ഇതെല്ലാം വെറൈറ്റി ഉണ്ട്. 25-ാം തീയതി രാത്രി കേട്ടോ. മറ്റേത് 26-ാം തീയതി മറ്റേ സാധനം. ഇത് 25 രാത്രി. പുതിയ ആപ്പിളും പുതിയെണ്ണം പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഡ്രസ്സ്. സ്റ്റാറായി നടക്കില്ല. ഇപ്പോൾ 25-നും 26-നും നമ്മളെ കുടുംബത്തിലെ സ്റ്റാറാണ് നിൽക്കുന്നത്. പുതിയ ആപ്പിളും പുതിയെണ്ണം മാറിക്കും. ഇത് ഇഷ്ടപ്പെട്ടാ? ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട, ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട, മറ്റേനേക്കാളും ഇഷ്ടപ്പെട്ട? അത് രണ്ടും ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുള്ള ഭംഗിയുണ്ട്. നമുക്ക് ബാഗ് വെക്കാം. ഇത് മുട്ടിമുട്ടണ കൈമുടണ? ഏതാ ഇഷ്ടപ്പെട്ടത്? ഇതാണോ ഇതാണോ? ഇത് നല്ല ക്യൂട്ടാണ്.
സ്മൂത്ത് ആയിട്ട് കാര്യമില്ല ഉപയോഗിച്ചോണ്ട് പറ്റാം. ഓ മാരക ലുക്കായി പോയി. ഇത് പറ്റിയോ? എനിക്ക് പറ്റിയ പറയുന്നൂറാ, എനിക്ക് എൻ്റെ സ്റ്റൈല് മനസ്സിലാവണില്ല. എൻ്റെ സ്റ്റൈൽ സെൻസ് ഇതാ പറ്റി. ഏതാ പറ്റി? ഏതാ പറ്റി? ഇത് പോരെ. ഇഷ്ടപ്പെട്ടില്ലേ? ഇതിൻ്റെ ഉപയോഗം എന്താ? കയ്യുമിടണവും. അപ്പം ഇതാണ് ഇലയിൽ നിന്ന് നൂറ പർച്ചേസ് ചെയ്ത ഡ്രസ്സുകൾ കേട്ടോ. ഇതിൽ നൂറൊക്കെ ഏറ്റവും പറ്റിയ ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മോസ്റ്റ് ലവ്ലി? ഫസ്റ്റ് ഇത് വന്നപ്പോൾ തന്നെ നോക്കി വെച്ചത്. സെക്കൻഡ് ഇത്, ഫോർത്ത് ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യൂട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് അതാണ്. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുക? ഇത് ചൂസ് ചെയ്യും. ഒരു കല്യാണ തലേന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഇത് ചൂസ് ചെയ്യും. ഇത് ചൂസ് ചെയ്യും. അപ്പോൾ എല്ലാം അതായത് ഇപ്പോൾ വന്നപ്പോഴേ നമ്മളെക്കാട്ടിലും പ്ലാൻഡാണ്. ഇപ്പോൾ എന്തിടണം എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞി ബാഗും ഒരു എന്താണ് നൂറ? എന്താണ് അതന്നെ എൻ്റെ പേര്? സ്ക്രഞ്ചിയും ഒരു ഷൂവും വാങ്ങിക്കണ്ട. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അപ്പം ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ കേട്ടോ. ഫുള്ള് ഷോപ്പിങ്ങിന് വേണ്ടി A to Z ഹെൽപ്പ് ചെയ്തതിൽ ജസ്റ്റ് പരിചയപ്പെടാം. പേര് മാസിറ ഷറഫുദ്ദീൻ. അപ്പോൾ നമുക്ക് A to Z ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഓക്കെ ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈല് സെലക്ട് ചെയ്ത് തരുന്നതിൽ മാറി മാറി കുറേ കോസ്റ്റ്യൂം ഇട്ട് നോക്കി. അപ്പോൾ ഓക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഓല നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. താങ്ക്സ് ടു ദം. അപ്പം നമുക്ക് നേരെ ഇറങ്ങിയിട്ട് അടിയിലൊരു കടയും കൂടെ നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാണ്ട് അതുകൊണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തന്നെയാണ് ഈ 2 ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അന്ന് പരിപാടിക്ക് നമ്മളതിന് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വീഡിയോ എടുക്കണം കരുതിയ സാധനമാണ്. അന്ന് തിരക്കും കാര്യങ്ങളായിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കലോണെന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് വേറെ എവിടെയും കാണാത്തൊരു വെറൈറ്റി ഫ്രൂട്ട് ഷോപ്പാണ് കേട്ടോ. ഫ്രൂട്ട് ട്രീ. അത് നടന്നോട്ടെ. അത് ഹോൾഡ് ഒന്നും വേണ്ട. അല്ല അത് നടന്നോട്ടെ. ഞങ്ങൾ ഇവിടെയാണ്. നോ പ്രോബ്ലം. അപ്പം നമ്മൾ ഇവരുടെ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സിൻ്റെ സെഷനിലെത്തില്ല. അതായത് ഫസ്റ്റ് നമുക്ക് അച്ചുവിനോട് റിവ്യൂ ചോദിച്ചു നോക്കാം. എടുക്കാൻ പറ്റും? മൂപ്പര് സമ്മതിച്ചിരുന്നു. മൊയിലാളി സമ്മതിച്ചിരുന്നു. ഒന്ന് കഴിച്ചോളൂ എന്നിട്ട് നാളെ കണക്ക് തരാം. സാധാ മുന്തിരി കേട്ടാ. കഴിച്ചോളൂ. കുറന്റെ കളി പോയിട്ടാ ഫസ്റ്റ് തീമ തന്നെ. നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഏതൊക്കെയാണ് നിങ്ങളെ? എല്ലാതും സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഇത് ബ്ലൂബെറീസ് ആണ്. അതില് ഇവിടെ ഉള്ളത് എമം കുറഞ്ഞുള്ള സാധനമാണ്. എമം കൂട്ടിയ സാധനമാണ്. ഇത് പിന്നെ ക്രാൻബെറി. ക്രാൻബെറി ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ബ്ലൂബെറിയും ക്രാൻബെറിയും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ റാസ്ബെറി, സ്ട്രോബെറി, റെഡ് കറന്റ്, പിന്നെ ഇത് റെഡ് ആപ്പിൾ, ചാമ്പക്ക. ഇമ്പോർട്ടഡ് ചാമ്പക്കാണ് ഇത്. പണ്ടത്തെ ചാമ്പക്കൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നല്ലേ പണ്ടൊക്കെ നമ്മളെ തോട്ടത്തിലും. ഇത് തോട്ടത്തിലെ സാധനമാണ്. ഇതിപ്പോ ഉമ്മാരോടൊക്കെ ചോദിച്ചാലേ ഇത് മച്ചി കൊണ്ടുപോയി കൊടുത്തീനി. വയസ്സായ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞല്ലേ. ഇത് കൊളംബിയെന്ന് കൊണ്ടിരുന്ന. പിന്നെ ഇത് തായ്ലാൻഡ് ഫീൽഡ് പൈനാപ്പിളാ. ഫീൽഡ് പൈനാപ്പിൾ ഫ്രം തായ്ലാൻഡ്, ഡയറക്ട്ലി ഫ്രം തായ്ലാൻഡ്. ഈ വെള്ളത്തിന്റെ പൈനാപ്പിളിന്റെ ഫീൽ ഇതാണ്. ഇത് തായ്ലാൻഡാണ്. പിന്നെ ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന മഷ്റൂംസ് ആണ്. തായ്ലാൻഡ് ടെൻഡർ കോക്കനട്ട് ആണ്. ഇത് തായ്ലാൻഡിന്റെ നല്ല സ്വീറ്റാണ്. നല്ല മധുരം കൂടുതലാവുന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതിന് കൊറിയന്ന് വരുന്ന ഫിയർ ആണ്. ഫിയർ ആദ്യം കഴിച്ചത് ഇറ്റലിന്റെ മുന്തിരിയാണ്.
ഓ അത് സൗത്ത് ഇന്ത്യയിൽ ഞങ്ങളടുത്ത് മാത്രം. ഒന്നൊന്നര മുന്തിരി സൗത്ത് ഇന്ത്യയിൽ ഇവരെ കയ്യിൽ മാത്രമുള്ള അവര് അവകാശപ്പെടണേട്ടാ ഈ മുന്തിരി വേറെ എവിടെയും കമന്റ് പറയില്ല. അല്ല, ഇതേ സെയിം കളറിലുള്ളതാണ് ചൈന മുന്തിരി. അത് കുറച്ച് പോപ്പുലർ ആണ് ഇപ്പം. പക്ഷെ അതിന്റെയും ചെറിയ സൈസിലാണ് ഇപ്പൊ ഇവിടെ മാർക്കറ്റ്. ഇത് ചൈന അത് ഇറ്റലിട്ടാ. ഇത് മുന്തിരി തന്നെ, ഇത് മുന്തിരി തന്നെ കഴിച്ചോക്കട്ടെ. ഓ കഴിച്ചു. ഇതും രണ്ട് ചൈനയുടെ, രണ്ട് സീഡ്ലെസ് ആണ്. പിന്നെ ഇത് നട്രീന്, ഇത് സ്പെയിനിൽ വരുന്നതാണ്. ഇതെന്താ? ഇത് എന്താ പറഞ്ഞാല് ബഡ് ചെയ്തുണ്ടാക്കിയ, അതായത് ആപ്പിളും പ്ലമ്മും പാടെ ബഡ് ചെയ്താണ്ട് ഉണ്ടാക്കിയ. പക്ഷെ ഇത് ഭയങ്കര പോപ്പുലർ ആണ് ഇപ്പൊ. പീച്ചസ് ഇതിന്റെ വേറൊരു സാധനമാണ്, നല്ല ടേസ്റ്റുള്ള സാധനം. ആപ്പിളും കണ്ട, പക്ഷേ ഒരു പ്ലമ്മും ആപ്പിളും കൂടിയുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ ടേസ്റ്റ് എന്തായാലും ഡിഫറെന്റ്. ഇത് കാലിഫോർണിയ. കാലിഫോർണിയ ഇതൊക്കെ പിന്നെ പോപ്പുലർ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് അല്ലേ, ഗ്രേഡ് കൂടിയ സാധനങ്ങള്. മഷ്റൂം ഉണ്ട്, ചെറുത് വലുത് മീഡിയം. ചെറിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിയർ അല്ലേ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കട്ടെ. വേറെ നമ്മൾ കഴിച്ചു നോക്കാത്ത ഒരുപാട് സാധനങ്ങൾ ലോകത്തുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. അത്രയും സാധനങ്ങൾ കാര്യം ഈ കണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കാണുന്നു. ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ സാധനങ്ങൾ കഴിച്ചിട്ടില്ല. നമ്മളെ എന്തായാലും പറയാ കക്ക ഫ്രൂട്ട് ഉണ്ട്, സംഭവങ്ങളുണ്ട്. കക്ക ഫ്രൂട്ടാണ് ഇതൊക്കെ ഞാൻ കഴിച്ചു. ബാക്കിയുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ഓ നോ പ്രോബ്ലം. തായ്ലാൻഡ്, ചെമ്മാമ, ജപ്പാൻ മലനാണ്. ജപ്പാൻ മെലൻ. ഇതൊന്നും തരുന്നുണ്ടില്ല. പിന്നെ നമ്മളെ നാട്ടിലത്തെ സാധാ ഫ്രൂട്ട്സും സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഒറിജിനലാണ്ട് ഉണ്ടാക്കിക്കണേ. അത് ഫാൻസിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, ഒറിജിനൽ സാധനമാണ്. ഞാൻ അവിടെ ഇതേപോലെ തന്നെ ജിംഷവാ ഇതുപോലെ ഇവിടുത്തെ സാലഡ് കൗണ്ടർ ആണ് കേട്ടോ. ഇതാണ് എനിക്കിഷ്ടം. കുഴപ്പമില്ല, ഒന്നും പ്രശ്നമില്ല. ഇന്നങ്ങനെ നടന്നങ്ങനെ പോകും. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടോ, ഹണി. ഇത് കുറച്ച് മധുരമുണ്ട്. അത് സുർക്കയിലിട്ടാണ് തോന്നുന്നത്. നൂറ ഏതാ എനിക്കേതാ വേണ്ടി നൂറക്ക്? എനിക്ക് ജസ്റ്റ് കാണിച്ചു കൊടുത്തത് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും വിലക്കുറവിലാണ് കൊടുക്കുന്നത്. അതായത് 200 ഗ്രാംസിന് വെറും 70 ഉറുപ്പിയുള്ളൂ കേട്ടോ. ജിമ്മ് പോണവരൊക്കെ നോക്കിച്ചോളി ഈ സ്ഥലം. കാരണം ജിമ്മ് പോണവർക്കൊന്നും ഓൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ അങ്ങനെ ഒരു നല്ല സ്ഥലം കിട്ടാറില്ല. അപ്പം എപ്പോഴും ഇപ്പം നമ്മളെ ഫ്രണ്ട്സുള്ളവർ ജിമ്മ് കഴിഞ്ഞ് വന്നാൽ നേരെ ഇങ്ങോട്ട് വരലുണ്ട് ഈ ഫ്രൂട്ട് മിക്സും സാധനങ്ങളും കഴിക്കാൻ. ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്സ് ഉള്ള സാധനം. ചെറിയ നമ്മളൊരു മന്തി എന്നുള്ള പൈസക്ക് നമുക്ക് നല്ലൊരു ഫ്രൂട്ട് ബോൾ കഴിച്ചാൽ ബോഡിക്കും നല്ലതാവും, നമുക്ക് എനർജി ഉണ്ടാവും. മന്തി എന്ന പൈസ ആവില്ല, ശരിയാണല്ലോ. ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. സുർക്കൻ്റെ ആളാണേ. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ നോർമലി സാധാ കാരക്ക സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ത് കാരക്ക? ഇതാണ് ചോക്ലേറ്റ് കാരക്കട്ടെ നൂറ. ചോക്ലേറ്റിന്റെ ഫില്ലിങ് വരുന്നത് സൗദിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കൊക്കോ പാടത്തന്നെ കൃഷിയാവും മിക്സ് ചെയ്തുണ്ടാവാൻ. അതായത് കൊക്കോ മരവും കാരക്കൻ്റെ ഇതും ബഡിങ് ചെയ്യുമ്പോൾ അതിൽ ചോക്ലേറ്റോട് ഉണ്ടാവണ കാരക്ക ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കാരക്ക ഉണ്ടാവും, പുറത്ത് ചോക്ലേറ്റ്. നമ്മളെ മൈക്കവിടെ കുട്ടികളൊന്നും പണ്ടത്തെ പോലെ പറ്റിക്കാൻ പറ്റാതായി. ഇത് പിന്നെ അത്തിപ്പഴം, കാരക്ക, പുളിമുട്ടായി എന്നാ ഒരു പുളിമുട്ടായി എന്നാ. പുളിമുട്ടായിന്റെയും സുർക്കന്റെ കാളാണത്. എടുത്തോ. അങ്ങോട്ട് എക്സ്പ്രഷൻ ഉണ്ട്, അങ്ങോട്ട്. ഇന്ന് എന്താ പറയാ ഹാപ്പിയാ, വേണ്ടതൊക്കെ കിട്ടിക്കണേ. ഫുഡായിട്ടും ഡ്രസ്സായിട്ടും. അപ്പൊ ഇതാണ് നമ്മളെ ഫ്രൂട്ട് ട്രീന്റെ ഒരു മൊത്തം ഷോപ്പ് ഇട്ടാ, ഒരു പ്രീമിയം ഫ്രൂട്ട്സിന്റെ ഷോപ്പ്.
അടിപൊളി ഷോപ്പ്. എനിക്ക് ഈ കൺസെപ്റ്റും തീമും ഇന്റീരിയറും മോർ ഓവർ ഇവിടെ സെർവ് ചെയ്യുന്ന ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെരി നൈസ്. ഈ ഒരു കൺസെപ്റ്റാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത്. ഇത് അങ്ങനെ കോഴിക്കോട് കാണാത്തൊരു കൺസെപ്റ്റാണ്. നമ്മളവിടെ മാളിൻ്റെ ഉള്ളിൽ സാധനങ്ങളും ഉണ്ടാവും, പക്ഷെ എന്നാലും വെറൈറ്റികളില്ലേ. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. വെറും പപ്പായ, വാട്ടർമെലൺ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറി ഒരുപാട് ഓപ്ഷൻസ് വെജിറ്റബിൾസിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വെച്ചിട്ട് വരുമ്പോൾ അതും ചെറിയ പ്രൈസിന് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അടക്കിടക്ക് കോരി തിന്നാ വെയിറ്റ് ഇതിലുണ്ട്. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നുമില്ലേ? സ്പൂൺ തരാം. കഴിക്കാം, നല്ല കഴിക്കാം. കഴിക്കുന്നു നോക്ക്. ഡ്രാഗൺ ഫ്രൂട്ട് നോക്ക്, ടേസ്റ്റ് ഇല്ലേ? പച്ചവെള്ളം, അതിൽ വെള്ളം ഇതിന് കൂടുതലാവും, വെള്ളത്തിന്റെ അംശം കൂടുതലാവും. ഞാൻ ഇങ്ങനെ അടിക്കാം, അങ്ങനെ പല്ല് കാട്ട് നോക്കട്ടെ. ആട്ട് നാവർത്ത് കിട്ടാ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ്. പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. കഴിച്ചോക്ക്. അതായത് അധിക കാലം ഇവിടെ വെക്കാൻ പറ്റൂല, കാരണം വിഷം സാധനങ്ങൾ ഇടാത്തതുകൊണ്ട് പെട്ടെന്ന് കേടന്ന് പോണ ടൈപ്പ് ആവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ് ആണ്. ടേസ്റ്റി. അച്ചൊരു പീസ് കഴിച്ചാ. പ്രിസർവേറ്റീവ് ഫ്രീ ആണ്. കഴിക്ക്. ഒരു പീസ് കഴിച്ചാ. ഈ ഒരു പീസ് എന്താണോ തീർച്ച. ടേസ്റ്റ് ഉണ്ടോ? ലവ്ലി. മധുരം സാധാ ചോക്ലേറ്റ് അത്ര ഇല്ല. മധുരം കുറവാണ്, കുത്തണ മധുരല്ല. ചോക്ലേറ്റ്സും കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഫ്രൂട്ട്സിന്റെ കൗണ്ടർ തന്നെയാണ്. ഫ്രൂട്ട്സ് അതായത് ചോക്ലേറ്റിൽ നിന്നൊക്കെ കിട്ടണേക്കാട്ടിലും എത്ര നല്ലതാണ് മക്കളെ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടണ മധുരം. അതിന്റെ സംഭവം അതായത് കഴിക്കാം, അത് കഴിച്ചു വളരുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഇതിന്റെ ആളാട്ടോ. ഞാൻ ഇപ്പൊ ചോക്ലേറ്റ് വളരെ കുറവ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ ലോങ്കോ? അതെങ്ങനെ എനിക്കറിയാം. ഇത് വേറെ ഏതോ നാട്ടിൽ നിന്നാണല്ലോ പറഞ്ഞത്. അത് നമ്മളവിടെ ഉണ്ട്. ഇപ്പച്ചിന്നാണോ? പള്ളിപ്പടിക്ക് പോകുമ്പോ കൂടുതൽ വ്ളോഗുകളിൽ ഉൾപ്പെടുത്തണം നമുക്ക്. കാരണം വളരെ റോ ആണ്. നമ്മളെക്കാട്ടൊരു നാടനാണ് നൂറാന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മളെ പെരയ്ക്ക് വരുമ്പോ കാണുന്നില്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആളാണ്. നമ്മളെക്കാട്ടിലും ഒരാളെ എത്ര നാടനാൻ പറ്റും അത്രയുള്ള നാടനാവുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ. ഇതിൽ ഇതാ തായ്ലൻഡിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പൈനാപ്പിളും ഇതെന്താ പറഞ്ഞേ, ടെൻഡർ കോക്കനട്ട്, പിന്നെ പീച്ച്, പിന്നെ ഇറ്റാലിയൻ ഗ്രേപ്സ്, ജപ്പാൻ മെലൺ, ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഇമ്മച്ചിക്ക് ഇഷ്ടതാട്ടോ. ഇമ്മച്ചി വരെ സ്ഥിരം കസ്റ്റമറാണ്. അത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന ടൈമിൽ ഓല് എനിക്ക് ഈ സാധനം തന്നു. ഇതിൻ്റെ പെട്ടി അടക്കം ഞാൻ കൊണ്ടുപോയിട്ടോ. അപ്പം ഇമ്മച്ചി ഇത് വന്നാൽ പറഞ്ഞേ ഇവിടേക്ക് പോയിന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ പോയിന്. ഇവിടെ തന്നെയാണ് നമ്മൾ വാങ്ങല്. ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ കയറില്ല. ജോലോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓല് എന്നോട് പറഞ്ഞേ. അപ്പോൾ മൂപ്പരാണ് ഇമ്മച്ചിക്ക് സാധനം എടുത്ത് കൊടുക്കുന്ന ആൾട്ടാ. പിന്നെ ഇതിൽ ബെറീസ്, ഇതെന്താ ഞൊട്ടങ്ങല്ലേ? എന്താ ഫിസലീസ്, കൊളംബിയെന്ന് ഇറക്കുമതി ചെയ്യണം കേട്ടോ. ഇതെന്താ നെക്ടറൽ. അപ്പോൾ എന്തായാലും ഒരു ലോഡ് വെറൈറ്റികൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് നോക്കട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ കൊണ്ട് ഇറങ്ങാം. അപ്പം ഫ്രൂട്ടറിക്ക് തന്നെ ഓലെ ഒരു ഡയറ്റിൻ്റെ ഒരു സെഷൻ ഉണ്ട്, ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് ഇവിടെ ഈ അശൂർ റൂട്ടിൽ ചായക്കൊരു പഞ്ചമല്ല, പക്ഷേ നല്ല ഫ്രൂട്ട്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇത് ടെൻഡർ ഫ്രൂട്ട് ബോൾ. ഇതിന്റെ ഷുഗർ മാത്രം. ഹണി ഉണ്ട്. ഇത് ചിക്കു ഫ്രൂട്ട് ബോള്. കാണാൻ തന്നെ എന്ത് രസം, കഴിക്കാൻ അതിന്റെ രസം. നമുക്ക് കഴിച്ചോളാം. അച്ഛൻ മാങ്ങ ടേസ്റ്റ് ചെയ്ത് കേട്ടോ. ഓ വാ, എങ്ങനെയുണ്ട്?
നിങ്ങളെ നിങ്ങൾക്ക് ഹെൽത്തി ഉണ്ടോ? ചോക്ലേറ്റ് ഡെസേർട്ട് എന്നുള്ള പോലെ ഫീലിൽ കാണരുത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തിന്നുന്ന ഫീലിൽ കാണും. കഴിച്ചോ തിന്നോക്ക്. ഫ്രൂട്ട്സ് അല്ലേ? രസല്ലേ? മാംഗോ പോട്ടെ. മധുരത്തോണ്ടേ ചിക്കൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവട്ടെ. ഇതിന് മധുരടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇല്ല അതാ പറഞ്ഞു. അടിപൊളി. ഫ്രൂട്ട്സിന്റെ ഷുഗർ തന്നെ അത്യാവശ്യം വൃത്തിക്കിട്ട് നിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാ? നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാ? നൂറ ഈസ് ഹാപ്പി. നട്ട്സ് കുറച്ച് തിന്നേണ്ട രീതി അങ്ങനെ നമ്മൾ നല്ല രീതി കണ്ട തിന്നണ്ട പറഞ്ഞു അല്ലേ? ആ മാംഗോ ചോദിക്കും. എനിക്ക് മാംഗോ എനിക്ക് ഒന്നുകൂടി പറ്റി. ചക്കക്കൂട്ടനാക്കിയാലോ? നമ്മളെ ഭാഗം തന്നെ അല്ലേ? നമ്മളെ ഭാഗം തന്നെ അല്ലേ? മഴ പറഞ്ഞിട്ടോ ഇതെങ്ങനെ ഫുള്ളാക്കും? മര്യാദക്ക് തിന്നോന്നോ? ഇജത് ഫുള്ളാക്കാതെ എനക്ക് വേണ്ടിട്ട് വാങ്ങി. അപ്പൊ ഗൈസ് നൂറിന്റെ ചോദ്യം ആരംഭിക്കുകയാണ്. അച്ഛനോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാളെ ഒരു മരുഭൂമിയിൽ നിൽക്കാണ്. അയാളെ മുമ്പില് കാക്ടസ് ചെടി ഉണ്ട്, കള്ളിമുള്ള് അതുണ്ട്. അയാൾക്ക് കടന്ന് കാറിൽ പോണം. പിന്നെ അയാൾക്ക് നല്ല വിശപ്പുണ്ട്. അയാൾ എന്താ കാട്ടുക? ഇത് കോടീശ്വരിലെ ചോദ്യം പോലെ ടെൻഷനായി. കോള ഫ്രണ്ട് ഉണ്ടോ? എന്താ കോള ഫ്രണ്ട് ഓപ്ഷൻ? കോടീശ്വരൻ എന്ന് കണ്ടിട്ടില്ലേ സുരേഷ് ഗോപിന്റെ? ചെറിയ ക്ലൂ എന്തെങ്കിലും ഉണ്ടോ? മണിക്കുട്ടി ഓടി തുടങ്ങിയിരിക്കുന്നു, കണ്ടിട്ടില്ലേ? അടുത്ത ചോദ്യത്തിന് 30,000 രൂപ. കണ്ടിട്ടില്ല? അതുകൊണ്ടില്ല. 1 കോടിയുടെ അവസാനത്തെ ചോദ്യം. അനക്കല്ല എന്റെ ചെലവല്ലതേ. ജോനോട് കളോ? അച്ഛനെ അറിയോ? ഇല്ല. എന്താ ഉത്തരം? ഞാൻ പറയട്ടെ. ശ്വാസം എടുക്കുമ്പോ എന്താ വരിക? ഓക്സിജൻ. വിടുമ്പോഴോ? കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡില് കാർ കയറി പോവും. ജനറേഷൻ ഓക്കെ, ഇനി ഞാൻ അതിനനുസരിച്ച് ഉത്തരം 20,000 രൂപയുടെ അടുത്ത ചോദ്യം. നമ്മൾ അങ്ങനെ മനസ്സിലായോ? ജനറേഷൻ മാറി. പുതിയ ഒരു കുപ്പിയിലില്ലേ കൊറേ ഗപ്പികളുണ്ട്. ഓക്കെ, അതിലൊരു മീൻ ഇങ്ങനെ ചത്തോണ്ടിരിക്കുമ്പോ വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്താ കാരണം? മീൻ ചാവാൻ പോകുമ്പോ വെള്ളം ഇങ്ങനെ കൂടി വരും. അവിടെ സുനാമി വന്നിരുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, ഒരാൾ പൊട്ടിയിരുന്നു. ഇതൊന്നും അല്ലേ? അല്ല. പിന്നെന്താ ഉത്തരം? അതിലൊരു മീൻ ചാകുമ്പോ ബാക്കിയുള്ള മീനുകളൊക്കെ കരയൂല. അവളെ കണ്ണുനീര്. ആടോറന്ന് തുറക്ക്, ആടോറന്ന്. ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടെ കമന്റ് ചെയ്യാട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ കമന്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചോദ്യമല്ല ഒരാളൊരു മരുഭൂമിയിൽ നിൽക്കുക. അയാൾക്ക് ഒരു തേങ്ങ ഉണ്ട്, ഒരു വെട്ടത്തിണ്ട്. അയാൾക്ക്
ദാഹിക്കണുണ്ട്. ഒന്നും നോക്കാല്ല, വെട്ടത്തിരുത്ത് വെട്ടി തേങ്ങ വെള്ളം കുടിച്ചു. പിന്നെ അയാൾക്ക് ക്ഷീണുണ്ട്, അപ്പൊ കിടക്കും വേണം. അപ്പൊ എന്താ എല്ലാം കൂടി നടക്കൂല. നടക്കണേ. തേങ്ങ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് കടന്നുറങ്ങുക. അല്ല, കടന്നുറങ്ങാൻ മരുഭൂമിയിൽ നല്ല ചൂടല്ലേ. സഹിക്കേണ്ടി വരും, ആള് മരുഭൂമി എത്തിപ്പോയി. അങ്ങനെ പറ്റൂല. പിന്നെന്താ പറയ്, ആ തേങ്ങ എടുത്തിട്ട് 2 മുറി വെക്കും. ഒരു മുറിയിൽ അയാള് കിടക്കും, മുറിയില് ഒരു മുറി അയാള് കുടിച്ചു. ചട്ടി വാങ്ങിയോളെ അതിലിട്ട് ചുട്ടാലെന്നെ സീഡിമുളം ചുട്ട പോലെ.